ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിന്റെ 747 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജനന പെരുന്നാളിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ചയാണ്. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. കർത്താവിന്റെ ദൂതൻ വീണ്ടും യൗസേപ്പിന് പ്രത്യക്ഷപ്പെട്ടിട്ട്, ഹെരോദാവ് കഴിഞ്ഞു പോയത് കൊണ്ട് കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞു. യൗസേപ്പ് കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് ചെന്നു. അവിടെ അർക്കലയോസ് തന്റെ പിതാവിന് പകരമായിട്ട് രാജാവായിരിക്കുകയാണ്. അവൻ പിതാവിനേക്കാളും അപകടകാരിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവിടേക്ക് പോകുവാനായിട്ട് യൗസേപ്പ് ഭയപ്പെട്ടു. സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവൻ ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം അവൻ നസ്രയത്ത് പട്ടണത്തിൽ ചെന്ന് പാർത്തു. യൗസേപ്പിന്റെയും മറിയയുടെയും പട്ടണമാണ് നസ്രയത്ത്. ലൂക്കോസ് 2:39. നസ്രയത്ത് എന്ന് പറഞ്ഞാൽ അതൊരു അപ്രധാനമായ പട്ടണമാണ്, ഒരു ചെറു പട്ടണമാണ്. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നസ്രയത്തിലുള്ള ഒരു വ്യക്തി അറിയപ്പെടുന്നത് നസ്രായൻ എന്നാണ്. ആരും വിലമതിക്കാത്തവൻ എന്നാണ് ആ പേരുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്രിസ്തു മനുഷ്യരാൽ നിന്ദിതനാകുമെന്ന് പ്രവാചകന്മാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പടവാളേന്തി എല്ലാവരെയും അടക്കി ഭരിക്കുന്ന ഒരു രാജാവായിട്ടല്ല യേശുദമ്പുരാൻ വന്നിരിക്കുന്നത്, മറിച്ച് ദാസവേഷമെടുത്ത ശുശ്രൂഷകനായിട്ടാണ്. എല്ലാവരെയും സ്നേഹിക്കുവാനും പരിചരിക്കുവാനും സൗഖ്യം കൊടുക്കുവാനും ചേർത്ത് പിടിക്കുവാനും കണ്ണീരൊപ്പാനും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു നസ്രയത്തുകാരൻ. ആ നസ്രയത്തുകാരൻ സ്നേഹം കൊണ്ട് നമ്മയെല്ലാം കീഴടക്കിയവനാണ്. സ്വന്തം ജീവൻ നൽകി നമ്മയെല്ലാം രക്ഷിച്ചവനാണ്. നമുക്ക് വിജയം നൽകിയവനാണ്. വിശുദ്ധ മത്തായിയിൽ ഒരു സഫറിംഗ് സെർവന്റ് ആയിട്ട് യേശുദമ്പുരാനെ അവതരിപ്പിക്കുമ്പോൾ ആ യേശുദമ്പുരാനെ പിൻപറ്റുന്ന നമുക്ക് കർത്താവിന്റെ ശീലങ്ങളെയും ഭാവങ്ങളെയും ഒക്കെ പിൻപറ്റുവാനായിട്ട് സാധിക്കണം. അങ്ങനെ കർത്താവിന്റെ വഴിയെ ചരിക്കുന്ന കർത്താവിന്റെ മക്കളായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.